ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പഞ്ഞി പോലെ സോഫ്റ്റായ നല്ല പൂ പോലുള്ള ഇഡലിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. റേഷൻ അരി കൊണ്ട് ഇഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോഴൊക്കെ പശപശപ്പ് പോലെ ഒട്ടിപ്പിടിക്കാറില്ലേ? ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ഇഡലി ഉണ്ടാക്കാനായിട്ട് അരി കുതിർക്കുമ്പോഴും അരയ്ക്കുമ്പോഴും അതുപോലെ തന്നെ മാവ് കൂട്ടി വയ്ക്കുമ്പോഴൊക്കെ ഇതുപോലുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ തുമ്പപ്പൂ പോലെ സോഫ്റ്റായ ഇഡലി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ? ഇഡലി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് റേഷൻ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. റേഷൻ പച്ചരി മാത്രമല്ല കേട്ടോ, ചിലപ്പോഴൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ക്വാളിറ്റി കൂടിയ പച്ചരി കൊണ്ട് ഇഡലി ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ പശപശപ്പൊക്കെ ഉണ്ടാവാറുണ്ട്. ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന ഏത് പച്ചരിയും ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഒരു പാത്രം സ്റ്റവിൽ വെച്ച് ചൂടാക്കിയ ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വച്ചേക്കുന്ന പച്ചരി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഏകദേശം 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. കൂടുതൽ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഒരൊറ്റ മിനിറ്റ് മാത്രം വഴറ്റിയാൽ മതി. അതായത് നമുക്ക് ഈ പച്ചരി ചൂടോടെ കൈകൊണ്ട് വാരിയെടുക്കാനുള്ള പാകത്തിന് വഴറ്റിയെടുത്താൽ മതി. റേഷൻ പച്ചരിയോ സാദാ പച്ചരിയോ ഏതായാലും അതിൻ്റെ ആ പശപശപ്പ് മാറ്റിയെടുക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണിത്. പിന്നെ ഇഡലിക്കും ദോശയ്ക്കും മാത്രമല്ല കേട്ടോ, പുട്ടിനും ഇടിയപ്പത്തിനൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിൽ അരിപ്പൊടി തയ്യാറാക്കി എടുക്കാറില്ലേ? ആ സമയത്തും ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇതാ ഞാനിവിടെ അരി പാകത്തിന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമുക്കിതൊന്ന് കഴുകിയെടുക്കണം. അരിയോടൊപ്പം നമുക്ക് 2 ഐറ്റംസ് കൂടി ചേർത്ത് കഴുകിയെടുക്കാം. 1 ഗ്ലാസ് പച്ചരിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അതേ ഗ്ലാസ്സിന് 1/4 ഗ്ലാസോളം ഉഴുന്നാണ് നമുക്കിതിലേക്ക് വേണ്ടത്. 1 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. വെള്ളം ഒഴിച്ച് 3 പ്രാവശ്യമെങ്കിലും കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി കഴുകിയെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിയും ഉഴുന്നൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കഴുകി സോക്ക് ചെയ്യാൻ വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് കഴുകിയെടുക്കുന്നത്. നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് നികക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഏകദേശം ഒരു 5 മണിക്കൂർ നേരത്തേക്ക് ഇത് സോക്ക് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ട് അരിയും ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കുമ്പോൾ കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും കുതിർത്തെടുക്കാൻ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. 5 മണിക്കൂറോളം ഞാനിവിടെ കുതിർത്തെടുത്ത അരിയും ഉഴുന്നുമാണ് കേട്ടോ ഇത്. നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കാം. ഇഡലി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് ചോറ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആ അരിയും ഉഴുന്നൊക്കെ കളന്നെടുത്ത പാത്രം ഏതാണോ ആ പാത്രത്തിന് 1/2 പാത്രം ചോറ് കൂടി നമുക്കിതിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഇത് അരയ്ക്കുന്നതിന് മുമ്പ് ഈ ഒരു സൂത്രം ചെയ്യണം. എങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ഇഡലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ അരിയും ഉഴുന്നൊക്കെ മിക്സി ജാറിൽ അരച്ചെടുക്കുമ്പോൾ ജാറ് വല്ലാണ്ട് അങ്ങ് ചൂടായി പോകും. അത് ഒഴിവാക്കാനായിട്ട് 2 ഐസ് ക്യൂബ്സ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. പിന്നെ ഐസ് ക്യൂബ്സ് ഇട്ട് അരക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അരയ്ക്കുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും നമ്മുടെ അരിയും ഉഴുന്നും എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്താലും മതി. അരയ്ക്കുന്ന സമയത്ത് മിക്സി ജാറ് ചൂടാവുകയും നമ്മുടെ ഉഴുന്ന് വല്ലാണ്ട് അങ്ങ് വെന്തു പോവുകയും ചെയ്യും. ഈ സമയത്ത് ഉഴുന്നിൻ്റെ പശിമയും ടേസ്റ്റ് നഷ്ടപ്പെടും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഐസ് ക്യൂബ്സ് ഇടുന്നതും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുന്നതും. അതുപോലെ തന്നെ ഇഡലിക്ക് മാവ് അരയ്ക്കുമ്പോൾ വെള്ളം കുറേശ്ശെ ഒഴിച്ച് നല്ല കട്ടിക്ക് വേണം അരച്ചെടുക്കാൻ. നല്ല തിക്ക് മാവാണ് ഇഡലിക്ക് നല്ലത്. അതായത് ഇഡലി തട്ടിലേക്ക് മാവ് കോരി ഒഴിക്കുമ്പോൾ ഒഴിച്ചെടുത്തിരിക്കണം മാവ്. എങ്കിൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ഇഡലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. ഇതാ ഞാനിവിടെ ഇഡലി മാവ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, വെള്ളത്തിൻ്റെ അളവ് കുറച്ച് നല്ല കട്ടിക്ക് തന്നെയാണ് ഞാനിവിടെ മാവ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതുപോലെ നല്ല തിക്കായിട്ട് തന്നെ വേണം മാവ് തയ്യാറാക്കിയെടുക്കാൻ. മാവ് പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കണം. കൈ നന്നായിട്ട് കഴുകിയതിന് ശേഷം കൈ കൊണ്ട് നമുക്കിത് ഇളക്കി മിക്സാക്കി എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂൺ ഉപയോഗിക്കാം കേട്ടോ. കൈ കൊണ്ട് മിക്സാക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള നല്ല ബാക്ടീരിയകൾ കൂടി മാവിലേക്ക് ഇറങ്ങി നമ്മുടെ മാവ് നന്നായിട്ട് പുളിച്ച് പൊന്തി വരും. കൈ കൊണ്ട് ഏകദേശം 5 മിനിറ്റോളം നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഇതുപോലെ മാവ് കോരി ഒഴിച്ച് പതപ്പിച്ചെടുക്കണം. പിന്നെ നമ്മളിതിലേക്ക് ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ പുളിമാവോ ഒന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ. അല്ലാതെ തന്നെ നമ്മുടെ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊന്തി വരും. നന്നായിട്ട് ഇളക്കി മിക്സാക്കിയ ശേഷം നമുക്ക് ഈ പാത്രം ഒന്ന് അടച്ച് ഇതൊന്ന് പുളിപ്പിക്കാനായിട്ട് മാറ്റിവെക്കാം. കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മാത്രമേ നമ്മുടെ മാവ് നന്നായിട്ട് പുളിച്ച് പൊന്തി വരികയുള്ളൂ. തലേ ദിവസം രാത്രിയിൽ തയ്യാറാക്കി വെച്ച നമ്മുടെ ഇഡലി മാവ് എന്തായെന്ന് ഒന്ന് നോക്കിയാലോ? കണ്ടോ, ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ പുളിമാവോ ഒന്നും തന്നെ ചേർക്കാതെ നല്ല പെർഫെക്റ്റ് ഇഡലി ബാറ്ററാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്.
കോരി എടുക്കുമ്പോൾ നല്ല തിക്കായിട്ട് നല്ല വെണ്ണ പോലെയുണ്ട് നമ്മുടെ ഇഡ്ഡലി മാവ്. പിന്നെ അരയ്ക്കുന്ന സമയത്ത് ഞാനിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഞാൻ എങ്ങനെ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ മാവ് അരയ്ക്കുമ്പോൾ ഉപ്പ് ചേർത്ത് അരയ്ക്കാറില്ല കേട്ടോ. ഉപ്പ് ചേർത്ത് മാവ് അരച്ച് വെച്ചാൽ എനിക്കിതുപോലെ പുളിച്ച് കിട്ടാറുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് ചേർക്കാതെ തന്നെ മാവ് തയ്യാറാക്കി വെക്കുന്നത്. ഇഡ്ഡലി ബാറ്ററിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം ഒരു സ്പൂണ് കൊണ്ട് മെല്ലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. അധികം അങ്ങോട്ട് കുത്തി ഇളക്കരുത് കേട്ടോ. സ്പൂണ് കൊണ്ട് ഉപ്പ് മെല്ലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുത്താൽ മാത്രം മതി. ഉപ്പ് ചേർത്തതിന് ശേഷം വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടി റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ ഇപ്പം തന്നെ ഇഡ്ഡലി ഉണ്ടാക്കുകയാണ്. നല്ല പെർഫെക്റ്റ് ഇഡ്ഡലി കിട്ടുന്നതിന് വേണ്ടി അരി കുതിർത്തപ്പോഴും അരച്ചപ്പോഴും മാവ് കൂട്ടി വെച്ചപ്പോഴൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തു. അതുപോലെ തന്നെ വേവിച്ചെടുക്കുമ്പോഴും ചില കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ അരികൊന്നും പൊട്ടിപ്പോവാത്ത നല്ല സ്പോഞ്ച് ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. ഇഡ്ഡലി തട്ട് നന്നായിട്ട് കഴുകി തുടച്ച് ഉണക്കിയതിന് ശേഷം മാത്രം അതിലേക്ക് കുറച്ച് എണ്ണയോ വെളിച്ചെണ്ണയോ തേച്ച് കൊടുക്കാം. തട്ടിൽ നനവുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഇഡ്ഡലി പാകം ചെയ്ത് തട്ടിൽ നിന്നും പെറുക്കിയെടുക്കുമ്പോൾ അത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇഡ്ഡലി പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടും തിളപ്പിക്കണം. അതിനുശേഷം മാത്രമാണ് നമ്മൾ എണ്ണ പുരട്ടി വെച്ചേക്കുന്ന തട്ടെടുത്ത് പാത്രത്തിലേക്ക് വെക്കാൻ പാടുള്ളൂ. തട്ടിറക്കി വെച്ചതിന് ശേഷം നമുക്ക് ആ ഇഡ്ഡലി മാവ് ഓരോ കയ്യിൽ വീതം കോരി തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല തിക്കായിട്ട് മാവ് അരച്ചത് കാരണം ഒഴിച്ചാൽ ഒഴിച്ചെടുത്ത് മാവ് ഇരിക്കുന്നത് കണ്ടോ. ഇതുപോലെ വേണം ഇഡ്ഡലിക്ക് മാവ് അരച്ചെടുക്കാൻ. അതുപോലെ തന്നെ ഓരോ കുഴികളിൽ 1/4 ഭാഗം മാത്രമേ മാവ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇഡ്ഡലി വെന്ത് വരുമ്പോൾ പുറത്തേക്കെല്ലാം പരന്നു പോയി ഷേപ്പ് ഇല്ലാതാകും. അരി കുതിർത്തപ്പോഴും അരച്ചപ്പോഴും മാവ് കൂട്ടിയപ്പോഴൊക്കെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഇഡ്ഡലി വേവിക്കുമ്പോഴും ഒരു പ്രധാന കാര്യം ചെയ്യാൻ മറക്കരുത്. തട്ടിൽ മാവ് ഒഴിച്ച് അടച്ചതിന് ശേഷം ഏകദേശം 2 മിനിറ്റ് നേരത്തേക്ക് തീ കൂട്ടി വെക്കണം. അതായത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ സ്റ്റൗ വെക്കണം. ഹൈ ഫ്ലെയിമിൽ വെക്കുന്ന ഈ സമയത്താണ് നമ്മുടെ ഇഡ്ഡലി നന്നായിട്ട് പൊന്തി വരുന്നത്. അപ്പോൾ ഈ സമയത്ത് ചൂട് കുറവാണെങ്കിൽ ഇഡ്ഡലി പൊങ്ങി വരാതെ പതിഞ്ഞു പോകും. പെർഫെക്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് മറക്കാതെ തന്നെ ചെയ്യണേ. 2 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഫ്ലെയിം കുറച്ച് ഏകദേശം 4 മിനിറ്റ് നേരം കൂടി മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 7-8 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ ഇഡ്ഡലി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ തട്ട് ഓരോന്നായിട്ട് പുറത്തേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഇഡ്ഡലിയും തട്ടും നന്നായിട്ട് തണുത്ത ശേഷം മാത്രമേ ഇത് തട്ടിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇഡ്ഡലി പൊട്ടിപ്പോകും. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇഡ്ഡലി എടുക്കണമെന്നുണ്ടെങ്കിൽ തട്ട് ടാപ്പിനടിയിൽ കമിഴ്ത്തി പിടിച്ചിട്ട് അതിന് മുകളിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. തട്ടും ഇഡ്ഡലിയും തണുത്തതിന് ശേഷം പെറുക്കിയെടുക്കാം. കുറച്ച് നേരം വെച്ചപ്പോഴേക്കും നമ്മുടെ ഇഡ്ഡലി നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് തട്ടിൽ നിന്നും എടുക്കുകയാണ്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് മാവ് അരച്ച് വെച്ചാൽ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇഡ്ഡലി ഉണ്ടാക്കാൻ മാത്രമല്ല കേട്ടോ, നല്ല മൊരിഞ്ഞ ദോശ ഉണ്ടാക്കാനും നമുക്ക് ഈ മാവ് മാത്രം മതി. കുറച്ച് ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയൊക്കെ പൊടിയായി അരിഞ്ഞിട്ട് നമുക്ക് ഈ മാവ് കൊണ്ട് നല്ല അസല് പനിയാരവും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്